ഹലോ, നമസ്കാരം. ഞാൻ പൃഥ്വിരാജ് വൈദ്യൻ ഇടയൻ. ഞാൻ ഇന്ന് ഒരു ആയുർവേദ ഔഷധസസ്യങ്ങളെക്കുറിച്ച് രണ്ടോ മൂന്നോ വീഡിയോകളിലൊക്കെ നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നതായിരുന്നു. വീണ്ടും ഞാൻ ഇന്ന് ഒരു ഔഷധസസ്യത്തെ പരിചയപ്പെടുത്തുകയാണ്. അതായത് 18 സിദ്ധന്മാരുണ്ടായിരുന്നതിൽ അഗസ്ത്യസ്വാമിയുടെ പ്രഥമ ശിഷ്യനായിരുന്ന ഈ 18 സിദ്ധരിൽ മഹാസിദ്ധനായിരുന്ന ഭോഗർ സിദ്ധർ, അദ്ദേഹത്തിന്റെ ഭോഗർ സിദ്ധർ എന്ന് പറഞ്ഞ പളനിയിലെ മുരുക വിഗ്രഹം, അതായത് നവപാഷാണം കൊണ്ട് 9 ഉഗ്രവിഷമുള്ള പാഷാണങ്ങൾ കൊണ്ട് പച്ചില ചാറും ചേർത്ത് നിർമ്മിച്ച ആ ഭോഗർ സിദ്ധർ അദ്ദേഹത്തിന്റെ പ്രഥമ ശിഷ്യനായിരുന്ന പുലിപ്പാണി സിദ്ധർക്ക്, അതായത് പുലിപ്പാണി വൈദ്യർ എന്ന് പറയുന്ന ആൾക്ക്, അദ്ദേഹം പുലിപ്പുറത്ത് യാത്ര ചെയ്തിരുന്ന് നിരവധി ആൾക്കാരെ ചികിത്സിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മഹാസിദ്ധനായിരുന്നു പുലിപ്പാണി സിദ്ധർ. അപ്പം ഭോഗർ സിദ്ധർ അദ്ദേഹത്തിന്റെ പ്രഥമ ശിഷ്യനായിരിക്കുന്ന പുലിപ്പാണി സിദ്ധർക്ക് ഉപദേശിച്ചു കൊടുത്ത ഒരു അത്ഭുത ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് മൂലികകൾ എന്ന് തമിഴിൽ പറയുന്നതെങ്കിലും ഇത് മൂലികകൾ രണ്ട് വശമുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന ഔഷധ സസ്യങ്ങളും അതേപോലെ മറയ്ക്കപ്പെട്ട മൂലിക എന്ന് പറയുന്നത് അത് ഒളിവിൽ വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. അത് കൂടുതലായിട്ട് ആർക്കും അങ്ങനെ വെളിപ്പെടുത്തിയിട്ടുള്ളതല്ല. അത് സിദ്ധന്മാർ അദ്ദേഹത്തിന്റെ പരമ്പരകൾക്ക് പ്രത്യേകം വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ചില അത്ഭുത ഔഷധ സസ്യങ്ങൾ, അതായത് മൂലികകൾ നമുക്കുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറയ്ക്കപ്പെട്ട രഹസ്യമായിരിക്കുന്ന ഒരു അത്ഭുത ഔഷധ മൂലികളെ കുറിച്ച്, അത് വെറും ഒറ്റമൂലി കൊണ്ട് ചികിത്സിക്കാൻ പറ്റും എന്നുള്ളതിന് ഉദാഹരണമായിട്ടുള്ള ഒരു ഔഷധ സസ്യത്തെക്കുറിച്ച്, അതായത് ഒരു അത്ഭുത ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് ഈ മേഘജ്വരം എന്ന് പറയുന്ന ഒരു രോഗത്താൽ തുടർന്നാണ് ഈ കരൾ വീക്കം എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. അതായത് ഈ മേഘജ്വരം വളരെ വർദ്ധിക്കുമ്പോഴാണ് സാധാരണ കരൾ വീക്കം എന്ന് പറയുന്നത്. ഇപ്പൊ സർവ്വസാധാരണമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് കരൾ വീക്കം. അതിന് നമ്മൾ ആയുർവേദത്തിലായാലും അലോപ്പതിയിലായാലും പലരും പല മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉള്ളിൽ യാതൊരുവിധ മരുന്നുകളും കഴിക്കാതെ ഒരു 2 ആഴ്ചത്തെ ചികിത്സ കൊണ്ട് തന്നെ പൂർണ്ണ ഫലം കിട്ടുന്ന ഒരു അത്ഭുത ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് കുടങ്ങൽ എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കുടങ്ങൽ എന്ന് പറയുന്നത് നമുക്ക് സർവ്വസാധാരണമായി നമ്മുടെ വയലേലകളിലും പാടവരമ്പുകളിലും ഒക്കെ ആവശ്യം പോലെ കിട്ടുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ കുടങ്ങൽ എന്ന് പറയുന്നത്. ആ കുടങ്ങലിനെ വല്ലാര എന്നും പറയും. തമിഴിൽ അതിന് വല്ലാര എന്നാണ് പറയുന്നത്. ഈ വല്ലാര എന്ന് പറയുന്ന കുടങ്ങലിനെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം കുറെ ഇലകളും മൂടോടെ വലിച്ചു പുഴുതാൽ മതി. കൊണ്ടുവന്നിട്ട് മിക്സിയിലോ ആട്ടെ അതോ അമ്മിക്കല്ലിലോ വെച്ച് നന്നായിട്ട് അരയ്ക്കണം. അരച്ചിട്ട് ഇതിൽ നിന്നും കുറെ നല്ലൊരു ഉരുളയോളം എടുത്തതിന് ശേഷം നമ്മുടെ രോഗി ആരാണോ എന്തോ ആ രോഗിയുടെ, ഏത് രോഗിയായാലും ആ രോഗിയുടെ വലതു കൈയുടെ ഭാഗത്ത്, അതായത് വലതു കൈയുടെ കക്ഷക്കുഴിക്ക് തൊട്ട് താഴെയായിട്ട് ഈ വല്ലാര എന്ന് പറയുന്ന ഔഷധ സസ്യത്തെ തേച്ചു പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ചു പിടിപ്പിച്ച് ഒരു കോട്ടൺ തുണി കൊണ്ട് മുറുക്കി കെട്ടിവെക്കുക. അങ്ങനെ ഒരു 8 മണിക്കൂർ നേരമെങ്കിലും ഇങ്ങനെ കെട്ടിവെക്കണം. ഇങ്ങനെ ഈ ചികിത്സ ഒരു 2 ആഴ്ച വരെ കൃത്യമായിട്ട് തുടരണം. ഒരാഴ്ച തന്നെ തുടരുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ രോഗം പരിപൂർണമായിട്ട് കുറഞ്ഞിരിക്കും. വീണ്ടും അടുത്ത ഒരാഴ്ചയിലൊരിക്കൽ കൂടെ ചെയ്യുമ്പോഴത്തേക്കും ആ രോഗത്തിന് വളരെയേറെ മാറ്റമുണ്ടാകുന്നതാണ്. ഇത് മറയ്ക്കപ്പെട്ട മൂലികകളിൽ, അതായത് അഗസ്ത്യർ സ്വാമിയുടെ പ്രഥമ ശിഷ്യനായിരുന്ന സിദ്ധറുകളിൽ മഹാസിദ്ധറുകളായിരുന്ന ഭോഗർ 7000 എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആ ഭോഗർ 7000-ൽ നിന്ന് അത് പുലിപ്പാണി വൈദ്യർക്ക്, അതായത് പുലിപ്പാണി സിദ്ധർക്ക് ഉപദേശിച്ചു കൊടുത്ത ഈ രഹസ്യമൂലികയെ ഞാൻ ലോക നന്മയ്ക്കായി നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നിടം വരെ ഇത് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഇതുവരെ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി.